തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റി അദ്ദേഹത്തെ ആദരിച്ചു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആ പരിപാടി നടന്നു. സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു അത്. സിനിമാ രംഗത്തെ നിസ്തുല സേവനങ്ങൾക്കുള്ള പ്രതിമാസ അനുമോദന പരിപാടിയായ തമ്പിന്റെ ഉദ്ഘാടനവും സുരേഷ് ഗോപി നിർവഹിച്ചു. സഹപ്രവർത്തകന്റെ അഭിമാനകരമായ നേട്ടത്തിൽ അളവറ്റ ആഘോഷം പ്രകടിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ ചലച്ചിത്ര പ്രവർത്തകർ. പിന്നാലെ സ്നേഹം നിറഞ്ഞ ചില ഓർമ്മപ്പെടുത്തലുകൾ. ഗുരുവായൂർ അമ്പലത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗുരുവായൂർ വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് നമുക്ക് രാവിലെ ഗുരുവായൂർ ഞാൻ ശരി ഗുരുവായൂർ അമ്പലത്തിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് നമുക്കൊരു 108 പ്രദർശനം വെച്ചാലോ. അപ്പോൾ എന്താ പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചത് 108 പ്രദർശനം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വളരെ ഈസിയാണെന്നാണ്. ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 10 പ്രദർശനം വരെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞായപ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നായി. ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കാല് മുഴുവൻ പൊള്ളി ആകെ പ്രശ്നമായി. 108 കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു കുലുക്കമല്ല. പുള്ളി ചുറ്റുന്ന എനിക്ക് പോകാതിരിക്കാൻ നോക്കില്ല, വഴി വെച്ച് നിർത്താൻ നോക്കില്ല. അങ്ങനെ ഈ 108 പ്രദർശനം എന്നെ കൊണ്ട് നടത്തിച്ച്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് ദുബായ് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്കും എവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വെളി വന്നിട്ട് എൻ്റെ തോന്നുന്നു ഇത് കണ്ടോ. ഞാൻ ചെയ്തെന്താണ് ഇതാണ് സൂട്ട് മെറ്റീരിയൽ. ഞാൻ സൂട്ട് തയ്ക്കാൻ പോകണം. അതെ, അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനായിരിക്കും ബെസ്റ്റ് ആക്ടർ. ഭരത് അവാർഡ് നാഷണൽ അവാർഡ് എനിക്കായിരിക്കും. ഞാൻ പറഞ്ഞ അതിന് സ്ക്രീനിങ്ങിന് പോലും വിളിച്ചിട്ടില്ല. അതിനുമുമ്പ് ഞാൻ നോക്കിക്കോ ഒരാഴ്ചട്ടാ എന്ന് പറഞ്ഞു. അടുത്ത വർഷം അവാർഡ് അനൗൺസ് ചെയ്തപ്പം കളിയാട്ടത്തിന് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ. അന്ന് എന്നെ കാണിച്ച തുണി സൂട്ട് തേപ്പിച്ച് പോയി ഡൽഹിയിൽ പോയി സ്ഥാനം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഒരു ദീർഘവീക്ഷണമുള്ള ആളാണ് സംഭവം. സംവിധായകൻ ഷാജി കൈലാസും സുരേഷ് ഗോപിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴവും ചടങ്ങിൽ വ്യക്തമായി. ഇനി ഈ സദസ്സിനോട് തന്റെ സഹപ്രവർത്തകരോട് എല്ലാവർക്കും നന്ദി പറഞ്ഞും പുതിയ പ്രതീക്ഷകൾ പങ്കുവച്ചും സുരേഷ് ഗോപിയുടെ മറുപടി പ്രസംഗം. അപ്പൊ ഭരത്ചന്ദ്രന്റെ ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല, എൻ്റെ ഹൃദയത്തിൽ സുരേഷ് ഗോപി അല്ല, നീ ഭരത്ചന്ദ്രനാണ്. ഈ ഭരത്ചന്ദ്രനെയാണ് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരം അങ്ങ് നേരെ നെഞ്ചത്തോട്ട് കുത്തി, സ്വയം നെഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി. അതിവിടെ ഏക്കില്ല. ജനതയ്ക്ക് ഈ ഭരത്ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും, ഭരത്ചന്ദ്രനായി നിർവഹിക്കും, ഭരത്ചന്ദ്രനായി പെരുമാറും, ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വച്ചു ഉറച്ച വാക്ക് നൽകുകയാണ്. മലയാള സിനിമാ രംഗത്തിന് നിസ്തുല സേവനങ്ങൾ നൽകിയവർക്കുള്ള പ്രതിമാസ അനുമോദന പരിപാടിയായ തമ്പിന്റെ ഉദ്ഘാടനവും സുരേഷ് ഗോപി നിർവഹിച്ചു. മെരിലാൻഡ് സ്റ്റുഡിയോയ്ക്കായിരുന്നു ആദ്യ അനുമോദനം. മെരിലാൻഡിന്റെ ചരിത്രം വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശനവും സംഗീത സായാഹ്നവും സംഘടിപ്പിച്ചിരുന്നു. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മെരിലാൻഡ് നിർമ്മിച്ചത് 69 സിനിമകൾ. 1952 പുറത്തിറങ്ങിയ ആത്മസഖിയായിരുന്നു ആദ്യ സിനിമ. ജനം, തിരുവനന്തപുരം.